നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ കുറേ സാരികളും കുറച്ച് കുർത്തികളും കാണിച്ചേക്കാം. ചുമ്മാ കുർത്തിയല്ല എപ്പോഴും കാണിക്കാത്തത്, ഇരിക്കട്ടെ ഞാൻ വെച്ചു. സാരികൾ മൽമൽ കോട്ടന്റെ നല്ല എന്താ പറയുക നല്ല ഡിസൈനർ ഐറ്റം. ഞാൻ ഇതിനകത്തൊരു പടം ഉണ്ടായിരുന്നു, അതാ നോക്കുന്നു. എന്ത് രസം. ഞാൻ ചുമ്മാ പോയിട്ട് പറയുന്നല്ലോ കേട്ടോ. ഇങ്ങനത്തെ മീൻസ് ഒരു ഈ സമാന മനസ്കർ എന്ന് പറയല്ലേ, നമ്മളുടെ അതേ ടേസ്റ്റ് ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാവും. ഭയങ്കര ഒരു വെറൈറ്റി ഫീലാണ് ഇത് കൊടുക്കുമ്പോൾ. ഇതിന്റെ ബ്ലൗസ് ഇതിനകത്ത് ബ്ലൗസ് ഇല്ല. അപ്പം വിത്ത് ബ്ലൗസ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ റൺ ചെയ്യാം. അങ്ങനെ നമ്മൾ അളന്ന് നോക്കിയില്ല ഓരോ സാരി. ഇത്രയും ഇതിപ്പം വന്നതിന്റെ വളരെ ഒരു ഹാഫ് പാർട്ടേ കാണിക്കുന്നുള്ളൂ ഓൺലൈനെ. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ട് ഈ വെള്ള ബ്ലൗസ് ഇട്ട് അതൊരു പിക്ചർ ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ എനിക്കിവിടെ തപ്പുന്നത്. ഇതിനകത്ത് വെച്ചതായിരുന്നു. വെള്ള ബ്ലൗസ് ഇട്ടിട്ട് ഈ സാരി എന്നാ രസമാണെന്ന് പറഞ്ഞറിയിക്കത്തില്ല, അത്രയ്ക്ക് രസം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടമില്ലാന്ന് വെച്ചോ, ഈ സാധനം ചുമ്മാ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ ലേസ് മാത്രമാവും. ഇതുണ്ടോ, ഇത് ചുമ്മാ നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുള്ളത് ഒരു രസം. ഓരോരുത്തരുടെയും ടേസ്റ്റ്. ഇതിന് മുന്താണി ഒന്നുമില്ല കേട്ടോ, ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ കൂടെ വൈറ്റ് ബ്ലൗസ് ഇടണം. വൈറ്റ് ഹക്കോബയാണ് നല്ലത്. ഹക്കോബായോ അങ്ങനത്തെ ബ്ലൗസും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഒരു വൈറ്റ് പേളുമാലയും വൈറ്റ് സ്റ്റഡും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാ. ഞാൻ പറയില്ലേ, നമുക്ക് ഒരേ ടേസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചിലർക്ക് അങ്ങനെയൊന്നും ഒത്തിരി ഇഷ്ടമില്ലെങ്കിൽ എന്നാ ചെയ്യാനാ. ഇപ്പൊ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടണമെന്ന് പറയാൻ പറ്റുമോ അല്ലേ? ഇത് മൽക്കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ് ആണ്. മൽക്കോട്ടൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സോഫ്റ്റ് കോട്ടൺ, ഭയങ്കര സോഫ്റ്റ് ആണ്. സ്റ്റാർച്ച് ചെയ്യുന്നതല്ല ഇതിന്റെ സ്ട്രക്ചർ, പക്ഷെ ഇന്നും കൊണ്ട് പഴംതുണി പോലെ കിടക്കത്തൊന്നുമില്ല. ഒരു ആവശ്യത്തിനുള്ള ഒരിത്. ഏറ്റവും ഞാൻ കണ്ട ഇതിനകത്തെ കംഫർട്ട് സ്റ്റൈലുമാണ്, അതുപോലെ തന്നെ സുഖവുമാണ്. ഇനിയിപ്പോൾ ജനുവരി ഒക്കെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഒക്കെ അങ്ങ് മതിയായി കഴിയുമ്പോഴത്തേന് ചൂടുകാലം എല്ലാം വരും. അപ്പോഴത്തേനും നമുക്ക് നല്ല സ്റ്റൈലായിട്ട് ഓഫീസിലൊക്കെ പോവോ പുറത്ത് പോവോ അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്യാം. പിന്നെ ബുദ്ധിമുട്ടൊന്നും ശരീരത്തിന് കൊടുക്കാൻ വേണ്ട. ഇതിന് പടമുണ്ടേ, ഉണ്ടോ? ഇതിന് വിത്ത് ബ്ലൗസ് ഇല്ല കേട്ടോ. വിത്ത് ബ്ലൗസ് ആയിട്ട് ഇതിന് ആ ബുട്ട വരുന്നില്ലേ, ഇതിന് ശരിക്കും ബുട്ട നല്ലല്ലോ, വേറൊരു പേരാ. പിന്നെ സ്പോഞ്ച് എന്തോ സാധനം, ഓരോരുത്തർക്കും ഓരോ പേരാ പറയുന്നത്. ഞാൻ ബുട്ടാന്ന് പറയാ. അപ്പൊ ഈ സാധനം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലും വൃത്തികേടില്ല, കാരണം ഇങ്ങനെ ലേസ് പോലെ ഇരിക്കും, സൈഡിൽ ലേസ് പിടിപ്പിച്ച പോലെ ഇരിക്കും. അതുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റൈല്, ഇതില്ലെങ്കിൽ ഒരു സ്റ്റൈല്. ഇത് വേറെ സാരി, ഇച്ചിരി ലൈറ്റ് ഷെയ്ഡ്. അതിൽ ലൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ മസ്റ്റാർഡ് യെല്ലോ നല്ല എടുത്ത് നിൽക്കുന്നു, നല്ലൊരു രസമാണ്. അപ്പൊ ഈ നമ്മുടെ ബ്ലൗസ് അല്ലെങ്കിൽ ബ്ലൗസിനിടുന്ന ബ്ലൗസ് ഇപ്പോൾ ഒബ്വിയസ്ലി മസ്റ്റാർഡ് യെല്ലോ ഇടുള്ളൂല്ലോ. അപ്പൊ അതിന് ചേരുന്ന ഓർണമെന്റ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു വെറൈറ്റി ലുക്ക് നമുക്ക് കിട്ടും. ഭയങ്കര സിമ്പിളുമാണ്, പക്ഷെ ഒരു ക്ലാസി ലുക്കും കിട്ടും. ഒരു ക്ലാസി ലുക്ക് എന്ന് ഞാൻ പറയുന്നത്. മുമ്പേ കാണിച്ചില്ലേ ഒരു ബ്ലൂവും വൈറ്റും കൂടെ എന്ന് പറഞ്ഞ പോലെ, പിങ്കും വൈറ്റും കൂടെ. എന്നാ രസം നോക്ക്. ഇത് ഡിസ്പ്ലേ എന്നോന്ന് ഓർത്ത് ഞാൻ ഇരിക്കുക. ഇത് എന്തോ രസമായിരിക്കും, എന്നാ ഭംഗിയായിരിക്കും അറിയാവുന്നുണ്ടോ. നിന്റെ എല്ലാം ഞാൻ കാണിക്കുന്നില്ലേ, ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് കുറെ കൂടെ കളക്ഷൻസ് കാണാം. എല്ലാം വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ തീർന്നു പോയി കഴിഞ്ഞാലേ ഷോപ്പിൽ വരുന്നവർക്ക് ഇതാവത്തില്ലേ നോർത്ത്. എന്തോ എന്നാ രസമെന്ന് അറിയാം. എന്നാ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ സുഖമാണെന്നറിയാമോ, എന്നാ രസമാണെന്നറിയാമോ. പിന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ചേരും. ഇനി ഇച്ചിരി ഏജ് എൻ്റെ ചിലർക്കുണ്ടല്ലോ ഒരു വിചാരം, എനിക്ക് ഇത്രയും പ്രായമൊക്കെ, അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറ്റത്തില്ലെന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരാവശ്യവും ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഏജ് എന്ന് പറയുന്ന ഒരു കാര്യമൊന്നുമില്ല, നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നത് ഏജും ഇതുമൊക്കെ. ഇപ്പൊ 20 വയസ്സാകുമ്പോഴേ വലിയ പിന്നെ ചില പിള്ളേർ കണ്ടിട്ടില്ലേ, ചെറിയ പ്രായത്തിൽ തന്നെ വലിയ എന്നാ അതിനിപ്പോ ഒരു ഭർത്താവ് ഒരു പേര് പറയും, ഞാൻ പറയുന്നില്ല, പിള്ളേരുടെ ഭാഷയിൽ ഒരു പേര് പറയും. അത് പറഞ്ഞാൽ വല്ല മോശമായി പോലെ. എന്നറിയോ, എന്നാ അപ്പൻ വൈബെന്ന് പറയും, വേറൊരു വാക്കാ പറയുന്നത്. പിള്ളേരുടെ ഭാഷയിൽ പറയുന്ന കേട്ടോ.
അതായത് പ്രായമായവരുടെ രീതിക്ക് വലിയ കാരണന്മാർ സംസാരിക്കുന്ന പോലെ കണ്ടിട്ടില്ല പെൺപിള്ളേർ സംസാരിക്കുന്നത്. അത് പക്വതയായ ലക്ഷണമൊന്നുമല്ല, വീട്ടിലുള്ളവരുടെ സംസാര ശൈലി കേട്ടിട്ട് പിള്ളേരെ അനുകരിക്കുന്നതാണ്. അത് പറഞ്ഞ പോലെ ഈ പ്രായമായെന്നും പറഞ്ഞ ഒരു സാധനം മാറ്റി നിർത്തേണ്ട കാര്യങ്ങൾ. മനുഷ്യനെ കൊണ്ട് അയ്യേ എന്ന് പറയിപ്പിക്കുന്നത് നമ്മുടെ മീൻസ് ഒരു എന്താ പറയുക, നമ്മുടെ ശരീരത്തിന് ഒരു വിധത്തിലും ചേരാത്ത രീതിക്കുള്ള ഒരു വേഷം കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ അയ്യേന്ന് പറയും. അല്ലാതെ മാന്യമായിട്ടുള്ള ഇപ്പോൾ ഒരു ചുരിദാർ ഇട്ടെന്നോ ഒരു കളറുള്ള ഡ്രസ്സ് ഇട്ടെന്നോ ഒന്നും പറഞ്ഞൊന്നും ഒരിക്കലും അതൊക്കെ ആ കാലമൊക്കെ പോയി. ആ കാലമൊക്കെ നമ്മളുണ്ട് എന്താ പറയുക, എല്ലാത്തിനും ഓരോ റീസൺസ് കാണും. അപ്പോൾ ആ കാലം പോയി, അത്രേ ഉള്ളൂ ഇതിൻ്റെ റീസൺ. അടുത്തത് എല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് ആട്ടോ. എടുത്തോളാം, സിഗ്നലാണ് ഇത്. കണ്ടോ ഈ സാധനം ഇല്ലേ, ഇത് കട്ട് ചെയ്യാൻ ഒരു പാടുമില്ലേ. ഇത് കണ്ടോ, ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു നേരം പോകും ആവും. ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോഴേ ടി വി നോക്കിക്കൊണ്ട് കട്ട് ചെയ്യുന്നത് കാര്യമായി പോകും കട്ട് ചെയ്യുന്നത്. അടുത്തത് അത് അതിൻ്റെ ഭൂപടം എന്ത് പടമേ എന്ത് എടുത്ത് ഇച്ചിരി കളർഫുൾ ആയിട്ട് ലൈറ്റ് ഷെയ്ഡാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലൈറ്റ് ഇല്ലാത്തതാണ്. മസ്റ്റാർഡ് യെല്ലോ വിത്ത് ഇൻഡിഗോ. കണ്ടോ, ഇത് മുന്താണിയൊന്നും ഇല്ല, അതുകൊണ്ട് അങ്ങനെ കാണിക്കാത്ത. എല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഫുള്ള് ഇങ്ങനെ തന്നെയാണ് സാരി ഇരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് അതേ പറ്റുള്ളൂ. ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് ഒന്നുകിൽ ഡ്രൈ വാഷ് അല്ലെങ്കിൽ ഷാംപൂ വാഷ്. ഷാംപൂ വാഷിനെ കഴിഞ്ഞ് പ്രിഫറബിള് ഡ്രൈ വാഷ് ആണ്. കാരണം ഇത് 100% കോട്ടൺ ആണ്. 100% കോട്ടൺ. ഇതിൻ്റെ നല്ല ഏതും നിങ്ങളിപ്പോൾ ഒരു 500 രൂപയുടെ കുർത്തി വാങ്ങിച്ചാൽ പോലും 100% കോട്ടൺ ആണെങ്കിൽ കളർ ഇളകും, അതിനകത്ത് യാതൊരു ഡൗട്ടും. ഇതിനിപ്പോൾ ഒരു എന്നാ പറയുന്നത്, ഒരു ഡസ്റ്റി ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതാണ് അതിൻ്റെ സ്റ്റൈല്. ഇച്ചിരി ഒരു നരച്ച ഇൻഡിഗോ പോലത്തെ ഒരു ഷെയ്ഡ്. ഇത് ഉടുത്ത് വരുമ്പോൾ കണ്ടോ, ഇപ്പം നമ്മൾ ലൈൻസ് നോക്കുമ്പോൾ കീഴോട്ടാണ് ഇതിൻ്റെ ലൈൻസ്. പക്ഷേ ഇങ്ങനെ ഇതിലേക്ക് കൊടുത്ത് വരുമ്പോൾ വേറൊരു ഷേപ്പിൽ വരും. മെലിച്ചിൽ നല്ലതായിട്ട് തോന്നിക്കും, പൊക്കം തോന്നിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഗുണഗണങ്ങൾ ഉണ്ട്. ഇതിന് ബ്ലൗസ് ഉണ്ടല്ലോ, ഇതിന് മാത്രം ബ്ലൗസ് വിത്ത് ബ്ലൗസ്. അതെന്താണെന്നറിയോ, ഓരോ കാറ്റഗറൈസ് ചെയ്ത് ഞാനിങ്ങനെ മൽമലിനകത്തുനിന്ന് കുറേ കളക്ഷനകത്തുനിന്ന് എനിക്കിഷ്ടപ്പെട്ട കുറേ എണ്ണം ചൂസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ പല കെട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ചിലതിന് ബ്ലൗസ് ഉണ്ടായിരിക്കും, ചിലതിന് ബ്ലൗസ് ഇല്ലായിരിക്കും, അങ്ങനെ വരും. ഇനി കുർത്തി കാണിക്കാം. കുറച്ച് പ്രീമിയം കുർത്തീസ് പ്രീമിയം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതുണ്ടോ, ഇത് സൈസ് ഉള്ളത് M2XXL ആണ്. ബിഗ് സൈസും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് ഇത് M2XXL ആണ്. ഹക്കോബയാണ് മെറ്റീരിയൽ. പിസ്ത ഗ്രീൻ ഷെയ്ഡ്, നല്ല ഷെയ്ഡാണ്. സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഉണ്ട്. ഇങ്ങനെ വീനെക്ക് ഹൈനെക്ക്, ഇവിടെ ഒരു ചെറിയ ഗാദേഴ്സ് കൊടുത്തിരിക്കുന്നു. കയ്യ ലൈനിങ് ഇല്ല, സ്ലിറ്റഡ് ആണ്. ഒരു ലെങ്ത് ഉണ്ട്, 46-47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. M2XXL. അടുത്തത് അജ്രക്ക് വിത്ത് ഹാൻഡ് വർക്ക്. കേട്ടോ, ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക്, വീനക്ക് ഇതെല്ലാം കൂടെ വരും ഫ്രണ്ടിൽ. കയ്യൽ ഇങ്ങനെ ഈ സൈഡിൽ ഇത് വരുമ്പോൾ അതൊരു നല്ലൊരു ഭംഗിയാട്ടോ. ഇവിടുത്തെ ഇതും കയ്യൽ ഇതും കൂടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ വരും. ഉണ്ടോ. പിന്നെ ഹാൻഡ് വർക്കാണ്. ഇതാണ് മെറ്റീരിയൽ, പ്യുവർ കോട്ടൺ ആണ്. താഴെ ഇതുണ്ട്, താഴത്തെ ഇത് കാണിച്ചു. ഈ കയ്യിലെ സംഭവം തന്നെ താഴെയുണ്ട്. ഒരു സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഉണ്ട്. ഹൈയ ലൈനിങ് ഇല്ല. 46-47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. M2XXL. അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ, പ്രിന്റ് വ്യത്യാസപ്പെട്ടു. മെറൂൺ ഷെയ്ഡ് തന്നെ പ്രിന്റ് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇതിന് വരുമ്പോൾ കയ്യിൽ ഇത് ഈ ഡിസൈൻ വരും. M2XXL ആണേ. കണ്ടോ, കയ്യിലെ ഡിസൈൻ വരുമ്പോൾ ഒരു ഭംഗിയാണ്. 3/4 സ്ലീവ്, നിറച്ചും ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്യുവർ കോട്ടൺ ആണ്, സ്ലിറ്റഡ് ആണ്. ഇനി ആലിയ കട്ടെ. സിമ്പിൾ
സിമ്പിളായിട്ട് ഇടാൻ പറ്റും. ഇന്നലത്തെ വീഡിയോക്കകത്ത് ഞാൻ ഇട്ട കുർത്തിയൊക്കെ അങ്ങനെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ആ കുർത്തിയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ അതെല്ലാം കൂടെ എടുത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. റയോണിൻ്റെ മെറ്റീരിയലാണ്. റയോൺ എന്ന് പറഞ്ഞാൽ നല്ല ഗേജുള്ള റയോണിൻ്റെ മെറ്റീരിയലാണ്. ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്നാ ഉള്ള ഹാൻഡ് വർക്കുണ്ട്. ഫ്രോക്കായിട്ടിടാം. ആലിയയാണ്. ഫ്രണ്ട് ഇങ്ങനെ, ബാക്ക് ഇങ്ങനെ. പിന്നെ ഇവിടുത്തേലുള്ള ഈ ഒരു ഇതില്ലേ സാധനം, അത് വേണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. വേണമെങ്കിൽ വെച്ചോ, ഷേപ്പായിട്ട് വേറെ ഷേപ്പ് ചെയ്യാൻ പോകണ്ട, കട്ട് ചെയ്ത് കളയാം. ഫ്രോക്കായിട്ട് വേണമെങ്കിൽ ഇടാം. അടുത്തത് ഇത് കണ്ടോ, ഇതും ഒരു സിമ്പിൾ കുർത്തി. ഒരു കണ്ടാലൊരു നല്ല പ്യുവർ കോട്ടൺ, ഹാൻഡ്ലൂം കോട്ടൺ ഇല്ലേ, നമ്മുടെ ലിനൻ്റെ ഒക്കെ ഒരു ഫീല് തോന്നിക്കുന്ന ഒരു ടൈപ്പ് കുർത്തിയാണ്. ഇവിടെ ഇങ്ങനെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗാദേഴ്സ് ഉണ്ട്. ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഗാദേഴ്സ്. ഫ്രോക്ക് പോലെ ഇടാം. ഒരു 46 ഇഞ്ച് ലെങ്ത്തുണ്ട്. ബാക്ക് ഇങ്ങനെയാണ്. ഇതൊരു നെക്ക്, കൈ ഇങ്ങനെ. സ്ലീവ് ലൈനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലൈനിങ് ഇല്ല, എ ലൈനാണ്. നല്ല അത്യാവശ്യം നല്ല ഇതുണ്ട്, കട്ടി ഉണ്ട്. അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ലൈനിങ് ഇങ്ങനെയൊക്കെ ഉള്ളതെങ്കിൽ ലൈനിങ് ഇട്ടാണ്ടല്ലോ ഓവറായി പോകും. നമ്മൾ വണ്ണം കൂടുതൽ തോന്നിക്കും നമുക്ക്. ഇതും ഒരു കോട്ടൺ മെറ്റീരിയലാണ്. സിമ്പിൾ, ഒന്നുമില്ല. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും. ബ്ലാക്കും കൂടി ഇടുക. എന്നിട്ടൊരു മൊഡാളിൻ്റെ ഒരു സിൽക്ക് ഷോളും കൂടി ഒക്കെ ഇട്ടാൽ വേണമെങ്കിൽ ഒരു ചെറിയ സെമി പാർട്ടി വെയർ, ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ഉപയോഗിക്കാം. റയോണിൻ്റെ ഒക്കെ നല്ല ഷോളുണ്ടല്ലോ, അജ്രക്ക് പ്രിന്റ് വരുന്നത്, അങ്ങനത്തെ ഷോളിൻ്റെ ഒക്കെ കൂടി ഇടുവാണെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും. അങ്ങനത്തെ ഷോൾ വേണമെങ്കിൽ വിത്ത് ഷോളായിട്ട് വെച്ച് തരണം. ഈ ഇതിൻ്റെ വരുന്നുണ്ട്, മണിപ്പൂരി സിൽക്കിൻ്റെ നല്ല ഷോളെ, അതിന് ചേരുന്ന മെറൂൺ ഷോൾ ഇതൊക്കെ ഉള്ളത്. ഇത് നമ്മൾ ക്രിസ്മസിൻ്റെ ഒരെണ്ണം കാണിക്കാതെ. ക്രിസ്മസിൻ്റെ വൈറ്റും ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. വൈറ്റ് കടയിൽ നിന്ന് തന്നെ മൊത്തത്തിൽ ബുക്കിംഗ് ആയിപ്പോയി. കാണിക്കാൻ വേണ്ടിയൊക്കെ വലിയ എടുത്തുകൊണ്ട് വന്നത്. പക്ഷെ അത് മൊത്തത്തോടെ ഈ കരോളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവതരിപ്പിക്കുന്നവരെല്ലാവേ അങ്ങനെ ഗ്രൂപ്പായിട്ട് എടുത്തുകൊണ്ട് പോകും. ഇതുണ്ട് ഹക്കോബ ഒരു സൈഡിൽ. ഇത് ഇങ്ങനെ ഇതിനെന്നാന്ന് പറയുന്നത്, പാനൽ കട്ട് ചെയ്തിരിക്കുക. ഒരു സൈഡിൽ ഹക്കോബ, കുറച്ച് ജോർജറ്റ്, വീണ്ടും ഹക്കോബ, അങ്ങനെ വന്നിട്ട് ഇത് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നു. ബാക്കിലും ആ പാനൽ വർക്ക്, ഹാൻഡ് വർക്കും പാനൽ കട്ട്, കയ്യിൽ ഇങ്ങനെ ഹക്കോബയുടെ റെഡ്. ഇനി വലിയ സൈസിൻ്റെ 43 ഒന്നുമില്ലോ, 4 44 46 48 50. ഇത് ഇപ്പോൾ ഏതാണെന്ന് അറിയത്തില്ലോ. ഇവർ ഏതെങ്കിലും ഒരു പീസല്ലേ എടുക്കുന്നത്. 46 48 50 എനിക്ക് തോന്നുന്നത്. 48 50 ഒക്കെ ഉണ്ട്. ഇത് റയോണാണേ. ഞാൻ എപ്പോഴും ബിഗ് സൈസ് കൊണ്ടുവരുമ്പോൾ കഴിവത് റയോണാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ റയോൺ നല്ല ഗേജുള്ള റയോൺ ആണെങ്കിൽ അത്യാവശ്യം ഒട്ടിക്കിടക്കുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ ഒരുമാതിരി ഉള്ളിത്തൊലി പോലെ കിടക്കത്തില്ല. നമുക്ക് കുറെ കൂടെ വണ്ണമുള്ളവരാണല്ലോ ഈ ഒരു സൈസിൽ എടുക്കുന്നത്. അപ്പം നമുക്ക് വണ്ണം കുറവ് തോന്നിക്കും. കോട്ടൺ ലൈനിങ്ങും കൂടെ വെച്ചിടുമ്പോൾ വണ്ണം ചിലപ്പം കുറച്ചും കൂടെ കൂടുതൽ തോന്നിക്കും. അതുകൊണ്ട് അതുപോലെ കംഫർട്ടുമാണ്. ഇച്ചിരി തൈറോയിഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ചൂടൊക്കെ കൂടുതലായിരിക്കും, വണ്ണം കൂടുതലായിരിക്കും. ചില ഹൈപ്പോ തൈറോയിഡ് ആണ്, ഹൈപ്പർ അല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ടും അനുസരിച്ച് വ്യത്യാസപ്പെടുമല്ലോ. വണ്ണം കൂടുകയും വണ്ണം കുറയുകയും ചെയ്യും. ചിലർക്ക് മെലിച്ചിലായിരിക്കും ചില ടൈപ്പ് തൈറോയിഡ്. സിമ്പിൾ കുർത്തി കേട്ടോ, ഡെയിലി ഇടാൻ പറ്റുന്ന സിമ്പിൾ കുർത്തി. പിന്നെ വലിയ സൈസ് വരുമ്പോൾ റേറ്റ് ഇച്ചിരിച്ചേ കൂടുതൽ അത്രയും കഴിഞ്ഞു. അത് അറിയാലോ. കിടക്കും അങ്ങനെയാ, നമുക്ക് കിട്ടുന്നല്ല അങ്ങനെയാണ്. എനിക്കത് അറിയുള്ളൂ. ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അങ്ങനെ അന്വേഷിക്കത്തില്ല. എല്ലാം നമ്മൾ മാർക്കറ്റ് പഠിക്കണം എന്നുള്ളതല്ലാതെ നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. അല്ലാതെ അതിനെ മറ്റുള്ളവരുടെ തന്നെ കോപ്പി അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കോപ്പി അടിക്കുന്നവരെന്നും കോപ്പി അടിക്കൽ മാത്രമേ കാണുള്ളൂ. അത് നമ്മൾക്ക് നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നല്ലതാണ് കേട്ടോ. ഇത് പൊക്കം തോന്നിക്കും, വണ്ണം കുറവും തോന്നിക്കും. ഇങ്ങനെ കീഴോട്ട് ലൈൻസ് ഉള്ളത് എല്ലാം റയോണാണേ. ഇതിനൊന്നും ലൈനിങ് ഇല്ല കേട്ടോ. ലൈനിങ് കൂടെ വന്നാൽ കുറച്ചും കൂടെ ഹെവി ആവും. പക്ഷെ ലൈനിങ് ഇല്ലെന്നോർത്ത് വൃത്തികളൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, വലിയ സൈസ് എടുത്ത് വെച്ചു. കുറേ വന്നിട്ടുണ്ട്.
നമ്മുടെ പെമ്പിള്ളേരോട് എടുത്തു വെക്കാൻ പറഞ്ഞാൽ അവരത്ര എടുത്തു വെച്ചോളൂ. കുറേ കുർത്തിയില്ല, അതുകൊണ്ടായിരിക്കും. മെല്ലയിൽ ഇനിയും കാണിക്കാമല്ലോ, അടുത്ത ദിവസങ്ങളിലെല്ലാം കാണിക്കും. ഇതൊന്നും അല്ലാതെ പുതിയ ഒത്തിരി കളക്ഷൻസ് ഷോപ്പിൽ വന്നിട്ടുണ്ട്. കുർത്തിയുടെ പാർട്ടി വെയർ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് പാർട്ടി വെയർ അല്ലല്ലോ ഞാൻ കാണിച്ചത്, ഇതല്ലേ സിമ്പിൾ വെയർ അല്ലേ കാണിച്ചത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ചെയ്ത് തരുമോ ചെയ്ത് സഹായിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. താങ്ക് യു. ടാറ്റ.